ഞായറാഴ്ച രാവിലെ പള്ളി പോകണമെന്ന നമ്മുടെ നല്ല ആഗ്രഹത്തിന് തടസ്സം സൃഷ്ടിക്കാൻ അന്ന് രാവിലെ പെയ്യുന്ന ഒരു ചാറൽ മഴയോ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു മൂക്കടപ്പോ മതി ഞായറാഴ്ച പള്ളി പോകാതിരിക്കാൻ. നമ്മളാണ് ഈ മനുഷ്യന്റെ വിശ്വാസരാഹിത്യത്തെ പറ്റി ചിന്തിക്കുന്നത്. ചില സമയത്ത് പാരസെറ്റാമോളിലും വിക്സിലും അമൃതാഞ്ജലിലും ഒക്കെ പുലർത്തുന്ന വിശ്വാസം നമുക്ക് ദൈവത്തിലുണ്ടോ പ്രിയമുള്ളവരെ? ആരാണ് യഥാർത്ഥ വിശ്വാസി? എന്താണ് യഥാർത്ഥ വിശ്വാസം? എവിടെ പോയാൽ കൂടുതൽ അനുഗ്രഹം കിട്ടും? അതിനുവേണ്ടി മതജീവിതം തന്നെ ഒന്ന് മാറ്റി പരീക്ഷിച്ച പ്രെസ്ബിറ്റേറിയൻ, പെന്തക്കോസ്റ്റ്, പ്രൊട്ടസ്റ്റന്റ്, കൾട്ടിക്, കരിസ്മാറ്റിക് വിഭാഗത്തിലേക്കൊക്കെ ഒന്ന് ചേക്കേറിയാൽ എന്താ ചിന്തിക്കാറില്ലേ? ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആളുകളും സ്ത്രീകളാണല്ലോ. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എവിടെയാ? ഇവിടെ അടുക്കള. സ്ത്രീ ശാക്തീകരണത്തിന്റെ കാലഘട്ടത്തിൽ ഇവരുടെ ഡിപ്പാർട്ട്മെന്റ് അടുക്കള എന്ന് പറഞ്ഞാൽ എന്നെ ഇവിടെ തടയും. എന്നാൽ ഒരു പൊതു തത്വം, അടുക്കളയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വസ്തുവിന്റെ പേരെന്താ? പിച്ചാത്തിയോ? അച്ചായൻ അമ്മാമയ്ക്ക് ഇഷ്ടമില്ലാത്ത വല്ല പദങ്ങൾ വല്ലതും പറയുമ്പോൾ അച്ചായനെ കാണിക്കാനല്ലേ ഈ പിച്ചാത്തി ഉപയോഗിക്കുന്നത്? ശ്രദ്ധിച്ചാ മതി. തവിയ. സാമ്പാറിൽ ഇളകുന്ന തവി തന്നെ രസത്തിലിടും, ആ തവി തന്നെ പായസത്തിലിടും, ആ തവി തന്നെ അവിയലിലിടും, ആ തവി തന്നെ രസത്തിലിടും. തവിക്ക് വല്ല രുചിയുണ്ടോ? ഇതുപോലെ നമ്മുടെ വിശ്വാസ ജീവിതങ്ങളും. ഞായറാഴ്ച പള്ളി വരും, പന്നിനായ ലൂക്കോസച്ചൻ പറയുന്ന ദശാംശങ്ങൾ പെരുന്നാളിന് വേണ്ടി മാറ്റിവെക്കും, നോമ്പ് നോക്കുന്നു എന്ന് അഭിമാനത്തോടു കൂടി പറയും. ആചാര നൽവരത്തിൽ നിന്ന് സ്വായത്തമാക്കുന്ന ദൈവിക കൃപകൾക്ക് വേണ്ടി ജീവിതത്തെ ഇങ്ങനെ മാറ്റിവെക്കും. പക്ഷെ പല കറിയിലിളകുന്ന തവിയുടെ അവസ്ഥയാ നമുക്കൊക്കെ വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും വരുന്നുണ്ടെങ്കിലും നമ്മുടെ വിക്കൊന്നും വിശ്വാസം യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളതാ. നിങ്ങളുടെ ദേവാലയത്തിന്റെ മുകളിൽ മനോഹരമായൊരു കുരിശുണ്ട്. നിങ്ങളുടെ ദേവാലയത്തിന്റെ മാത്രം പ്രത്യേകതയല്ല, പൗരസ്ത്യ ദേവാലയത്തിന്റെ പൊതു പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ദേവാലയത്തിന്റെ നിർമ്മാണം വന്നിനായ അച്ഛന്റെ നേതൃത്വത്തിൽ നടന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്തിനാ കുരിശ് വെച്ചത്? പ്രത്യേകിച്ച് നമ്മുടെ ദേവാലയ നിർമ്മാണത്തെ പറ്റി ആധികാരികമായ ഗ്രന്ഥം എഴുതിയത് മലങ്കര സഭയുടെ പണ്ഡിത ശിരോമണി എന്നറിയപ്പെടുന്ന ഭാഗ്യസ്മരണാർഹനായ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയ. അദ്ദേഹം തന്റെ പുസ്തകത്തിൽ ഇങ്ങനെ രചിച്ചിട്ടുണ്ട്: പൗരസ്ത്യ ദേവാലയത്തിന്റെ മുകളിൽ കുരിശ് വെക്കണം, അതിന്റെ അർത്ഥം സംരക്ഷണം. കാൽവറിയിൽ ഉത്തിതമായ വിജയസ്ലീബ ദേശത്തെയും നാനാജാതി മതസ്ഥരെയും സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ദേവാലയത്തിന്റെ മുകളിൽ നമ്മൾ എന്തുകൊണ്ട് വെച്ചിരിക്കുന്നത്? കുരിശ്. പക്ഷെ അല്പം കാശും പുത്തനും ഒക്കെ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ എന്ത് വെച്ചു? ആ കുരിശിന് മുകളിൽ കൊണ്ട് ഇടിമിന്നെ പ്രതിരോധിക്കുന്ന കാന്തം കൊണ്ടുവച്ചു. അപ്പോൾ ദേവാലയത്തിന്റെ മുകളിലിരിക്കുന്ന കുരിശോ അതിന് മുകളിലിരിക്കുന്ന രക്ഷാകവചമോ കാന്തമാണോ നമ്മളെ സംരക്ഷിക്കേണ്ടതെന്നുള്ളത് ഞാനും നിങ്ങളുമൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഇതുപോലെ നാം ഏറ്റെടുക്കേണ്ട ദൗത്യങ്ങൾ എന്താണ്? അതിനുശേഷം കയ്യിൽ അകപ്പെട്ട് അവർ അവനെ വസ്ത്രം അഴിച്ചു മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. ഈ മനുഷ്യൻ എരീഹോവിലേക്ക് എത്തിയോ? ഇല്ല. യാത്രാമധ്യേ എന്ത് സംഭവിക്കുന്നു? കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു, മുറിവേറ്റ് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. വീണുപോയ മനുഷ്യനാണിത്. ഇറ്റ് ഈസ് എ റെപ്രസെന്റേഷൻ ഓഫ് ഫോൾ ഹ്യൂമാനിറ്റി. ഇത് വീണുപോയ മനുഷ്യനാണ്. എൻ്റെ നിങ്ങളുടെയും പരിച്ഛേദമാണ്, എൻ്റെ നിങ്ങളുടെയും പ്രതിനിധിയാണ്. പ്രിയമുള്ളവരെ, ഈ മനുഷ്യൻ അനുനിമിഷ വിശ്വാസ ജീവിതത്തിൽ ഗാർഹിക ചുറ്റുവട്ടങ്ങളിൽ നമുക്കൊക്കെ വീഴ്ചകൾ സംഭവിച്ചിട്ടില്ലേ? കുടുംബജീവിതത്തിന്റെ ആദ്യ നാളുകളെ പോലെ ആണോ ഇപ്പോൾ? ആണോ? കൊച്ചു പിള്ളേരൊക്കെ തലയാട്ടുന്നു. കുടുംബജീവിതത്തിലേക്കൊന്നും പ്രവേശിച്ചില്ലല്ലോ, നോക്കി പാർത്തിരിക്കുന്നല്ലേ ഉള്ളൂ. ഇപ്പോഴേ ഇല്ലെന്ന്. അപ്പോൾ സ്വാഭാവികമായി വിവാഹത്തിന്റെ ആദ്യ നാളുകളെ പോലെയാണോ ഇന്നിന്റെ അനുഭവങ്ങളിൽ? അല്ല. എന്തെല്ലാം വീഴ്ചകൾ, എന്തെല്ലാം അപസ്തുതികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വിവാഹം ചെയ്തിട്ട് 3 വർഷമേ ആയിട്ടുള്ളൂ. എൻ്റെ ഈ 3 വർഷത്തെ എക്സ്പീരിയൻസിൽ കുടുംബജീവിതം വിജയിപ്പിക്കാനുള്ള സിമ്പിൾ ട്രിക്ക് ഇത്രയും നേരം ശ്രദ്ധിക്കാതിരുന്ന പലരും ഇപ്പോൾ ചാടി എഴുന്നേറ്റ് നോക്കുന്നു. എന്താ അച്ഛാ പറ? ഒരൊറ്റ കാര്യം. ഗസാന്റെ കല്ലുകളിൽ ബെന്യാമിൻ പറഞ്ഞതുപോലെ നാം അനുഭവിക്കാത്ത യാഥാർത്ഥ്യങ്ങളൊക്കെ നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണല്ലോ. അപ്പൊ എൻ്റെ എക്സ്പീരിയൻസിൽ നല്ല എനിക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. 30, 40, 50 വർഷം ഭാര്യ ഭർത്തൃ ബന്ധത്തിലൊക്കെ ആയിരിക്കുന്ന നിങ്ങളോടാണ് ഇത് പറയുന്നെന്നുള്ളതിൻ്റെ അപകടം എനിക്കറിയുമെങ്കിലും ഇത്രയും ചെയ്താൽ മതി കുടുംബജീവിതം വിജയിപ്പിക്കാൻ. എൻ്റെ 3 വർഷത്തെ എക്സ്പീരിയൻസിലാണ്. ഡോണ്ട് ടേക്ക് അവർ സെൽഫ് ടു സീരിയസ്ലി. ഡോണ്ട് ടേക്ക് അവർ സെൽഫ് ടു സീരിയസ്ലി എന്ന് പറഞ്ഞാൽ കുടുംബജീവിതം നയിക്കുമ്പോൾ നമുക്ക് നമ്മൾ തന്നെ അമിത വില കൊടുക്കാതിരിക്കുക. മനസ്സിലായില്ലെങ്കിൽ ഒരു കാര്യം കൂടെ, ഞാൻ പറഞ്ഞ കറി എന്താടി നീ ഇന്ന്
വെക്കാഞ്ഞത് ചോദിക്കരുത്. ഞാൻ വെച്ച റിമോട്ട് നിന്നോട് ആരാടി ഇവിടുന്ന് മാറ്റാൻ പറഞ്ഞത് ചോദിക്കരുത്. ഞാൻ പറഞ്ഞ കാര്യം എന്താ, ഞാൻ ഇന്ന് വരുന്നതിന് മുമ്പേ നീ ചെയ്യാഞ്ഞത് ചോദിക്കണമെന്നുണ്ട്. അപ്പൊ നാവിനോട് പറയണം, അടങ്ങട നാവേ അടങ്ങ്. പലതിനോടൊക്കെ നമുക്കൊന്ന് പ്രതികരിക്കണമെന്നുണ്ട്, പലതിനോടൊക്കെ നമുക്ക് സമരസപ്പെടുവാൻ പറ്റുന്നില്ല, പലതിനുമൊക്കെ നമുക്ക് ഉത്തരമുണ്ട്, പലതിനുമൊക്കെ നമുക്ക് പ്രതികരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പ്രിയമുള്ളവരെ. പക്ഷേ എൻ്റെ ഒരു വീട്ടിലെ ഒരു നേരത്തെ സമാധാനത്തിന് വേണ്ടി നമുക്കൊന്ന് മൗനം പാലിക്കുവാൻ സാധ്യമാവണം. മിണ്ടാതിരുന്ന് ഞാൻ അതെ. ഈ മനുഷ്യൻ വീണുപോയ മനുഷ്യനാ. വീഴ്ചകളുണ്ട് പ്രിയമുള്ളവരെ. ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, നന്മ ചെയ്യുന്നവനുണ്ടോ എന്ന് അന്വേഷിപ്പാൻ ഒരുത്തൻ പോലുമില്ല, എല്ലാവരും കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നെന്ന് തന്നെയാ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്. വീഴ്ചകളുണ്ട്, പക്ഷെ വീഴ്ചയിൽ നിന്നും എഴുന്നേൽക്കുവാൻ സാധ്യമാവണം. അതിനുശേഷം ആ വഴിയായി എതിർച്ചയായ ഒരു പുരോഹിതൻ വന്നു, അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. സാധാരണ ഈ നല്ല ശമരിയാക്കാരന്റെ കഥ ആര് വായിച്ചാലും വ്യാഖ്യാനിച്ചാലും ഞങ്ങൾ ഈ പുരോഹിതന്മാരെ കുറ്റം പറയാൻ വേണ്ടി ബോധപൂർവം തെരഞ്ഞെടുക്കുന്ന വേദഭാഗമാണ് ഏത്? നല്ല ശമരിയാക്കാരന്റെ കഥയിലെ പുരോഹിതന്മാർ. കാരണം എന്താ? വീണുപോയ മനുഷ്യനെ കണ്ടിട്ട് മാറിക്കടന്നു പോയ ഇവൻ എന്തൊരു പുരോഹിതൻ അല്ലേ? ഓക്കെ, ഞാനൊരു പുരോഹിതനായതുകൊണ്ടും ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന പുരോഹിത സാന്നിധ്യങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടും ഞങ്ങളുടെ തന്നെ വർഗത്തെ ഞങ്ങൾ തന്നെ കുറ്റം പറയുന്ന അത്ര ശരിയല്ലാത്തത് കൊണ്ടും ഞാൻ ഈ പുരോഹിതനെ ഒന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ പുറകിൽ തൊപ്പിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന അച്ഛൻ എത്രയൊക്കെ പറഞ്ഞാലും ഞാൻ കൺവിൻസ് ആവുകയില്ല എന്നുള്ളതാണ്. എന്നാൽ ഒരു ശ്രമം. നിങ്ങൾ എന്താ ഈ മനസ്സിലാക്കുന്നത്? ഈ വീണുപോയ മനുഷ്യൻ ഒരു യഹൂദനോ ശമരിനോ? വേദപുസ്തകം അരിച്ചുപെറുക്കിയൊന്നും നോക്കണ്ട, അതിൻ്റെ അത്രയൊന്നുമില്ല. ശമരിനോ? 2020 മാർച്ച് മാസം ചൈനയിൽ നിന്നും റാന്നിയിലെ അച്ചായനും അമ്മാമയും കൊറോണ കൊണ്ട് കേരളത്തിൽ വന്നല്ലയോ? നമ്മൾ എന്താ ചെയ്തത്? ആ മാസം മൊത്തം അവരുടെ റൂട്ട് മാപ്പ് എടുത്ത് അവരെ അങ്ങ് നശിപ്പിച്ചു അല്ലയോ? അവരവിടെ പോയി ഇവിടെ പോയി, അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ പത്രങ്ങളിലും മാധ്യമങ്ങളിലും. ഈ മനുഷ്യൻ്റെ റൂട്ട് മാപ്പ് ഒന്ന് എടുത്തേ, അപ്പോൾ മനസ്സിലാവും ഈ മനുഷ്യൻ യഹൂദനോ ശമരിനോ. എവിടെ നിന്നാ വരുന്നത്? ശമരിയയിൽ നിന്നും വരുന്ന മനുഷ്യൻ ആണോ? അല്ല. പിന്നെ എവിടുന്ന? യെരൂശലേമിൽ നിന്നും. യെരൂശലേമിൽ നിന്നും എരീഹോവിലേക്ക്. യെരൂശലേമിൽ ശമരിന് പോകാൻ പറ്റുമോ? ഇല്ല. ശമരിയക്കാരൻ യഹൂദനെ സംബന്ധിച്ചിടത്തോളം പുറജാതിക്കാരനാണ്. ദേവാലയ പട്ടണമായ യെരൂശലേമിലേക്ക് ഒരു ശമരിയക്കാരന് പോകാൻ സാധ്യമല്ലാത്തത് കൊണ്ട് യെരൂശലേമിൽ നിന്ന് വരുന്ന വീണുപോയ മനുഷ്യൻ ആരാണ്? യഹൂദൻ. അതുവഴി കയറി വരുന്ന പുരോഹിതനോ? പൗരോഹിത്യം ആർക്കേ ഉള്ളൂ? പൗരോഹിത്യം ശമരിനോ? യഹൂദന്. അപ്പോൾ അതുവഴി വരുന്ന പുരോഹിതൻ ആരാ? യഹൂദൻ. ഈ പുരോഹിതൻ 2473 അടി ഉയരത്തിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ കയറിക്കണം പോയത്? കുർബാനയല്ലാണെന്നും അല്ല, ദേവാലയത്തിലേക്കാണ് പോയത്. പ്രത്യേകിച്ച് ധൂപവർഗം ഇടാനായിരിക്കണം പോയത്. കാരണം ഇന്ന് സന്ധ്യ നമസ്കാരത്തിൽ സംബന്ധിച്ചിട്ടുള്ളവർക്ക് അറിയാം, ഞങ്ങൾ 3-4 പുരോഹിതന്മാരും ശ്രേഷ്ഠാചാര്യനും ഒക്കെ ഇന്ന് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് യഹൂദന്മാരുടെ മതജീവിതത്തിൽ ഇത് സാധ്യമോ? സാധിച്ചാൽ എന്താ അച്ഛാ? സാധ്യമല്ല. 24 പുരോഹിത കൂറിൽ നിന്നും നെർക്ക് വീണ ഒരു പുരോഹിതന് മാത്രമേ ദേവാലയത്തിലേക്ക് ധൂപകലശമേന്തിക്കൊണ്ട് ദേവാലയത്തിലേക്ക് കയറുവാനായിട്ട് സാധ്യമാവുകയുള്ളൂ. അത് തന്നെ ആലാത്തുകൾ കെട്ടിയിട്ടാണ് അദ്ദേഹത്തെ അകത്തേക്ക് കയറ്റിവിടുന്നത്. അപ്പോൾ സ്വാഭാവികമായി പുരോഹിതൻ എങ്ങോട്ട് പോയി? ദേവാലയത്തിലേക്ക്. എന്തിനു പോയി അച്ഛാ? ധൂപവർഗം ഇടാൻ. ധൂപവർഗം ഇടാൻ പോയ പുരോഹിതന് ഈ വീണുപോയ മനുഷ്യനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ സാധിക്കുമോ? സാധിച്ചാൽ എന്താ? സാധിക്കില്ല. കാരണം എന്താ? സാധിക്കുമോ? കാരണം ഈ വീണുപോയ മനുഷ്യനെ പറ്റി അല്പം മുമ്പ് നമ്മൾ വായിച്ചത് എന്താ? കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു, മുറിവേറ്റ് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. മുറിവിൽ എന്തുണ്ടെന്ന് അറിയത്തില്ല. ഒരു പിച്ചാത്തി ബ്ലേഡോ തന്നാൽ മതി, ഇപ്പം കാണിച്ചു തരാം എന്തുണ്ടെന്ന്. രക്തമുണ്ടോ? രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഈ വീണുപോയ മനുഷ്യനെ പിടിച്ചെഴുന്നേൽപ്പിച്ചാൽ പുരോഹിതന്റെ കൈക്ക് എന്ത് വിരളും? രക്തം പുരണ്ടാൽ ഈ പുരോഹിതന് ധൂപവർഗം ഇടാൻ ദേവാലയത്തിലേക്ക് പോകാൻ സാധിക്കുമോ? കാരണം ഇതെല്ലാം ഉണ്ടമ്മച്ചി അപ്പച്ച. എവിടെ? ഇതിന്റെ അകത്ത് വായിക്കണം. ലേവ്യ പുസ്തകത്തിലൂടെ പുരോഹിതന്റെ കൈക്ക്
രക്തം പുരണ്ടാൽ അശുദ്ധൻ. യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തിന് മോശ മുഖാന്തരം കൊടുക്കുന്ന അല്ലെങ്കിൽ അനുഭവങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്താ? ഒരു സ്ത്രീ അശുദ്ധിയായാൽ 7 14 ദിവസം എങ്ങനെയായിരിക്കണം? ഒരു പുരുഷൻ അശുദ്ധനായാൽ എന്തു ചെയ്യണം? ഒരു കുഷ്ഠരോഗി അശുദ്ധനായാൽ എങ്ങനെ ശുദ്ധീകരണത്തിന്റെ കാലഘട്ടം തേക്കണം? ഒരു പുരോഹിതൻ ഏതൊക്കെ കാര്യത്തിൽ അശുദ്ധനാണ്? എവിടെ പറയുന്നത്? ലേവ്യ പുസ്തകം. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താ? പുരോഹിതന്റെ കയ്യിൽ രക്തം പുരണ്ടാൽ അശുദ്ധൻ. അതുകൊണ്ടല്ലേ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ എൻ്റെ അച്ചായ? ആണോ? എന്നാലും അച്ചായൻ്റെ മുഖം അങ്ങോട്ട് കൺവിൻസ് ആയില്ല. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. യഹോവയായ ദൈവം ആഗ്രഹിച്ചു തനിക്കൊരു ദേവാലയം വേണമെന്ന്. ആരെ കൊണ്ട് നിർമ്മിക്കുവാനാ യഹോവ അദമ്യമായി ആഗ്രഹിച്ചത്? ദാവീദിനെ കൊണ്ട് നിർമ്മിക്കുവാൻ. എന്നാൽ ദാവീദിനെ കൊണ്ടാണോ നിർമ്മിക്കുന്നത്? കാരണം എന്താ? കാരണം അന്തഃപുരത്തിലൂടെ ഉലാത്തുന്ന ദാവീദിന്റെ കാഴ്ച ബത്സേബയുടെ നഗ്നമേനിക്കപ്പുറം വിശാലമായ ഒരു ലോകം കാണാത്തത് കൊണ്ട് തന്റെ പടനായകനായ ഊരിയാവിനെ കൊല്ലിച്ച് അവന്റെ ഭാര്യയെ സ്വന്തമാക്കുവാൻ വേണ്ടി അവനെ കൊല്ലിച്ചതിന്റെ രക്തം ആരുടെ കയ്യിലുണ്ടായിരുന്നു? അതുകൊണ്ടല്ലേ ദാവീദിനെ ദേവാലയ നിർമ്മാണത്തിൽ നിന്ന് മാറ്റി തന്റെ മകനായ ശലോമോനെ ഏൽപ്പിക്കുന്നു. ഇപ്പം കൺവിൻസ് ആയോ? ഇനി ഒരു കാര്യം കൂടെ ഞാൻ അങ്ങ് പറഞ്ഞേക്കാം. ഞങ്ങൾ മാത്രമൊന്നുമല്ല, നമ്മളെല്ലാവരും പുരോഹിതരാ അല്ലേ? അപ്പൊ ചിലവരുടെയൊക്കെ മനസ്സ്, എന്തേ അച്ഛാ കറുത്ത ഉപ്പായും തൊപ്പി? ആരാ പറഞ്ഞ നിങ്ങൾ പുരോഹിതനാണെന്ന്? പത്രോശ്ലീഹ. നിങ്ങൾ രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശമാണ്. പ്രിയമുള്ളവരെ, ക്രൈസ്തവരായ നാം ജന്മന കൗദാസിക അനുഭവങ്ങളിലൂടെ പുനർജനിക്കുന്ന നമുക്ക് ജന്മന എന്തുണ്ട്? പൗരോഹിത്യമുണ്ട്. ഞാനും എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ എല്ലാവരും പൊതു പൗരോഹിത്യത്തിന്റെ ഉടമകളും പൊതു പൗരോഹിത്യത്തിൽ നിന്നും ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രം പ്രത്യേക പൗരോഹിത്യത്തിലേക്ക് വിളിച്ചടിപ്പിച്ചവരാണ്. ആര്? പുരോഹിതർ എന്ന വ്യത്യാസമേ ഉള്ളൂ. ക്രൈസ്തവരായ നമുക്കെല്ലാം എന്തുണ്ട്? ഒരു പൗരോഹിത്യ ധർമ്മമുണ്ട്. കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കുന്നുണ്ടോ? പണ്ടൊക്കെ നമ്മളെ അക്രൈസ്തവരായ ആളുകൾ വിളിച്ചുകൊണ്ടിരുന്ന പേരെന്തായിരുന്നു? സത്യക്രിസ്ത്യാനി. ഇന്നോ ക്രിസ്ത്യാനി എന്ന് തന്നെ നമ്മളെ വിളിക്കുന്നുണ്ടോ? അവരുടെ കുഴപ്പമാണോ? നമ്മുടെ വിശുദ്ധ ജീവിതങ്ങൾ നഷ്ടപ്പെട്ടില്ലേ? തിരുക്കൂറിലെ 136 കൂർ ഇങ്ങനെയാണ്: വേദപാരായണം ചെയ്യുന്നവനത് മറന്നാൽ കുഴപ്പമില്ല, വേദശാസ്ത്രം അനുഷ്ഠിക്കുന്ന ബ്രാഹ്മണന്റെ ജീവിത വിശുദ്ധി നഷ്ടപ്പെട്ടാലോ? നഷ്ടപ്പെട്ടില്ലേ പ്രിയമുള്ളവരെ? പൊതുപൗരോഹിത്യത്തിന്റെ ഉടമകളായ നമ്മുടെ വിശുദ്ധ ജീവിതങ്ങൾ. ഈ പുരോഹിതനെ എത്രമാത്രം ന്യായീകരിച്ചാലും പുരോഹിതന് പറ്റിയ തെറ്റ്, പുരോഹിതൻ പുരോഗമിക്കേണ്ടവനാണ്, വീണുപോയവനെ എഴുന്നേൽപ്പിക്കേണ്ടവനാണ്. സാധിച്ചോ? ഇല്ല. പുരോഹിതൻ അവിടെയാണ് അപചയം സംഭവിച്ചത്. പുരോഹിതൻ ദേവാലയത്തിലേക്ക് പോയി ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ ആർക്ക് സാധ്യമായില്ല? പുരോഹിതന്. അതിനുശേഷം അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തിൽ എത്തി അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. അതെ, ആരെ? ലേവ്യൻ. ലേവ്യനും മാറിക്കടന്നുപോയെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആരാ ലേവ്യൻ? ലേവ്യൻ സന്നിധി സംഘത്തിലെ അംഗമാണ്. ദേവാലയത്തിന്റെ നിയമങ്ങളും ദേശത്തിന്റെ നിയമങ്ങളും സമഞ്ജസമായി സമന്വയിപ്പിച്ചുകൊണ്ട് സന്നിവേശിപ്പിക്കേണ്ട മനുഷ്യനാണ് ആര്? ലേവ്യൻ. അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി എന്ന് പറയുന്നതിനേക്കാളും അവനെ കണ്ടിട്ട് ലേവ്യൻ എന്തുപദേശിച്ച് കാണും? ലേവ്യൻ എന്താ അറിയാവുന്നത്? ലേവ്യൻ എന്തറിയാവുന്നത്? നിയമങ്ങൾ നടപ്പിലാക്കുന്ന മനുഷ്യനല്ലേ? സഭയുടെ നിയമങ്ങളും ദേശത്തിന്റെ നിയമങ്ങളും നടപ്പിലാക്കുന്ന വ്യക്തി ആര്? ലേവ്യൻ. അപ്പൊ സ്വാഭാവികമായി എന്തുപദേശിച്ച് കാണും? നിയമങ്ങൾ ഉപദേശിച്ച് കാണും. പക്ഷെ ഹൃദയത്തെ തൊടാത്തത് കൊണ്ട് എഴുന്നേൽപ്പിക്കാൻ സാധ്യമായില്ല. നാം ഈ സമൂഹത്തിനായിരിക്കുമ്പോൾ നമ്മുടെ സർക്കാർ നമുക്ക് വേണ്ടി ഒത്തിരിയേറെ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയും സ്വസ്ഥതയ്ക്ക് വേണ്ടിയും. ഇന്നത്തെ പല നിയമങ്ങളും നമ്മുടെ സ്വസ്ഥ ജീവിതത്തെ അസ്വസ്ഥമാക്കുന്നുണ്ട്, അല്ലയോ? ഇപ്പൊ മോട്ടോർ സൈക്കിളും എടുത്ത് റോഡിൽ ഇറങ്ങാൻ കർത്താവ് രണ്ടാമത് വരുന്നതിനേക്കാൾ പേടിയാ. ആണോ? എന്തിനാ വേണ്ടിയാ? 700 കോടി രൂപയ്ക്ക് 700 ക്യാമറകൾ കേരളത്തിലെ നിരത്തുകളിൽ ഇങ്ങനെ നമ്മുടെ സർക്കാർ വെച്ചിരിക്കുക. എന്തിനു വേണ്ടിയാ? സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. ദിവസമായതുകൊണ്ടും അത് കിങ് ജെയിംസ് വേർഷന്റെ ഇംഗ്ലീഷ് തർജ്ജിമയുടെ മലയാള പരിഭാഷ ആയതുകൊണ്ടാണ് അതിൻ്റെ അകത്തിൽ ആ വാക്യം തെറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ വാക്യം
അവന്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനം കൊള്ളുവാൻ പുറത്തെ പട്ടണത്തിലേക്ക് പോയെന്നാണ് യഥാർത്ഥത്തിൽ ആ വാക്യം. എന്താ അർത്ഥം? എന്താ ഇപ്പോൾ എവിടെ ക്രിസ്തു ശിഷ്യന്മാർ നിൽക്കുന്നത്? ഇത്രയൊക്കെ പറഞ്ഞിട്ടും സൂക്കോത്ത് എന്ന് പറഞ്ഞാൽ എവിടാ? ശമരിയ പട്ടണം. ശമരിയ പട്ടണത്തിൽ ആര് നിൽക്കുന്നത്? ക്രിസ്തുവും ശിഷ്യന്മാരും ശമരിയ സ്ത്രീയും. ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെല്ലാം ആരായിരുന്നു? യഹൂദന്മാർ. ഭക്ഷണം കൈക്കൊള്ളുവാൻ പുറത്തെ പട്ടണത്തിലേക്ക് പോയെന്ന് പറഞ്ഞ അർത്ഥം എന്താ? അതായത് നിങ്ങളുടെ വികാരിയച്ഛൻ എന്നെ വിളിച്ചു, ഞാൻ ഇവിടെ വന്നു. ഈ 1 മണിക്കൂറും 5 മിനിറ്റുമാണ് അച്ഛനോട് ഞാൻ ചോദിച്ചിരിക്കുന്നത്. ഈ സമയം എന്നെ ഈ പ്രബോധന ശുശ്രൂഷ നിർവഹിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണെന്നറിയാമോ? ഇതൊക്കെ കഴിയുമ്പോൾ പള്ളിമേടയിൽ നിങ്ങളുടെ വികാരിയച്ഛൻ ആതിഥേയത്വ മര്യാദയ്ക്ക് ഉദാഹരണമായിട്ടുള്ള ആളുകളായതുകൊണ്ടും കൊച്ചമ്മ നന്നായിട്ട് പാചകം ചെയ്യുന്ന ആളായതുകൊണ്ടും നല്ല രുചികരമായ ഒരു സദ്യ എനിക്ക് വേണ്ടി അവിടെ ഉണ്ടെന്നുള്ള വലിയ പ്രതീക്ഷയില്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇനി ഇവരെങ്ങാനും മറന്നുപോയാൽ നമ്മുടെ കാര്യം കൂടെ നടക്കണമല്ലോ. നൈസായിട്ടൊന്ന് ഓർമ്മപ്പെടുത്തിയതും കൂടെയാ. അപ്പോഴായിരിക്കും കൊച്ചമ്മ ഇപ്പം ചിന്തിക്കുന്നത്, അയ്യോ അച്ഛൻ അവിയലൂടെ കൊടുക്കാമല്ലോ. അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി ഇവിടെ ഭക്ഷണം ഒരുക്കി വെച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ എന്ത് ചെയ്തു? എനിക്ക് പെരുമ്പുഴക്കാരുടെ ഭക്ഷണം വേണ്ട. ഞാൻ കുണ്ട്ര വെല്ലുപള്ളിയിലേക്ക് പോയി, കുണ്ട്ര കത്തീഡ്രലിലേക്ക് പോയി ഭക്ഷണം കഴിച്ചോളാം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ക്രിസ്തു ശിഷ്യന്മാർ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ശമരിയ പട്ടണത്തിൽ. ഭക്ഷണം കൈക്കൊള്ളുവാൻ പുറത്തെ പട്ടണത്തിലേക്ക് പോയെന്ന് പറഞ്ഞ അർത്ഥം എന്താ? ശമരിയരുടെ വേണ്ട, സ്വന്തം പട്ടണമായ ഈ പുറജാതി പട്ടണത്തിൽ നിന്നും എനിക്ക് ഭക്ഷണം വേണ്ട, പുറത്തെ പട്ടണത്തിലേക്ക് പോകാം എന്നുള്ളതാ. അപ്പോസ്തോലിക പദവികൾ കൊടുത്ത് ഞാനും നിങ്ങളും ബഹുമാനിക്കുന്ന ശിഷ്യന്മാർക്ക് പോലും വരികൾക്കിടയിലൂടെ വായിച്ചു നോക്കുമ്പോൾ ആ കാലഘട്ടത്തിലെ ജാതീയ വ്യവസ്ഥിതി തങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോസ്തലന്മാരെ കുറ്റം പറയാനല്ല, ആ കാലഘട്ടത്തിന്റെ വ്യവസ്ഥിതി അതാ. ക്രിസ്തുവിനോ തലയാട്ടുന്നു, ക്രിസ്തുവിനുണ്ടായിരുന്നില്ല. ആ വേദഭാഗം അതിന്റെ തെളിവ് ആണോ? നിറകിണറിന്റെ അരികെ നിൽക്കുന്ന ശമരിയ സ്ത്രീയോട് വെള്ളം ചോദിച്ചു മേടിക്കുന്ന ക്രിസ്തുവിനെയാ നമ്മൾ ആ വേദഭാഗത്തിൽ പരിചയപ്പെടുക. ക്രിസ്തുവിനില്ലായിരുന്നു, അവന്റെ ശിഷ്യന്മാർക്ക് ഉച്ചനീചത്വം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വരികക്കിടയിലൂടെ നമ്മളൊന്ന് വായിച്ചെടുക്കേണ്ടത്. പ്രിയമുള്ളവരെ, ഇനി മനസ്സിലായോ ശമരിയക്കാരനോട് ആ കാലഘട്ടം പുലർത്തിയിരിക്കുന്നത് എന്തായിരുന്നു എന്നുള്ളത്? ഇനിയുമാണ് ഈ വീണുപോയ മനുഷ്യനെ എഴുന്നേൽപ്പിക്കുവാൻ ശമരിയക്കാർ നടത്തുന്ന ചില ശ്രമങ്ങളാണ് അവശേഷിക്കുന്ന 25 മിനിറ്റ് കൊണ്ട് പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. റീറീഡിംഗ് ദ പാരബിൾ ഓഫ് ഗുഡ് സമരിറ്റൻ ഇൻ എ സാക്രമെന്റൽ പെർസ്പെക്റ്റീവ്. വീണുപോയ മനുഷ്യൻ, ദേവാലയത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ ഒരു കൗദാശിക അനുഭവത്തിലേക്കാണ് ഈ ശമരിയക്കാരൻ വിളിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുന്നത്. ആദ്യ വാക്യം, വീഞ്ഞും പകർന്ന് എണ്ണ പകർന്നു. ഒന്നാമത് വീണുപോയ മനുഷ്യന് ശമരിയക്കാരൻ കൊടുക്കുന്ന എന്താ? എണ്ണ. എണ്ണ പകരുന്ന കൂദാശ. പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായ മൂറോൻ എന്ന എണ്ണ പകരുന്ന കൂദാശ. തൈലാഭിഷേകമോ? മാമോദീസ. അപ്പോൾ ഒന്നാമത് എന്താ കൊടുത്തത് ഈ മനുഷ്യന്? സഭയിൽ നിന്നും അകന്നുപോയ മനുഷ്യൻ, വിശ്വാസത്തിൽ നിന്നും മാറി സഞ്ചരിച്ച ഈ മനുഷ്യനെ സഭയുടെ പ്രവേശന കവാടമായ പരിശുദ്ധ മാമോദീസ തൊട്ടിയിലേക്കാ കൊണ്ടുവരുന്നത്. ഒന്നാമത് എന്ത് കൊടുത്തു? കല്ലോ കവണ വല്ലോ ഉണ്ടായിരുന്നു, എടുത്തെറിയാമായിരുന്നു. പണ്ടെണ്ണ, ഇന്നു മുതൽ മാമോദീസ. പരിശുദ്ധമായ മാമോദീസയുടെ അനുഭവത്തിലേക്കാണ് ഈ വീണുപോയ മനുഷ്യനെ എഴുന്നേൽപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം എന്താ? ആരാം രാജാവിന്റെ സേനാധിപതിയായ നയമാന് കുഷ്ഠരോഗം ബാധിക്കുമ്പോൾ വേലക്കാരി പെണ്ണിന്റെ വാക്ക് കേട്ടുകൊണ്ട് നയമാൻ എലീശാ പ്രവാചകന്റെ അടുക്കിലേക്ക് വരികയാ. എന്റെ കുഷ്ഠമാറാൻ പ്രവാചകനെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ എലീശ പറഞ്ഞ മറുപടി എന്താ? നീ യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങി വരിക. അപ്പോൾ നയമാൻ എലീശയോട് ചോദിക്കുന്നത് എന്താ? 2 രാജാക്കന്മാർ 5:12. ദമ്മേശേക്കിലെ നദികളായ അഭാനും പർപ്പരും ഇസ്രായേലിലെ മറ്റു നദികളെക്കാളും ശ്രേഷ്ഠമല്ലോ, എനിക്ക് അവിടെ മുങ്ങി നിവർന്ന് ശുദ്ധനായാൽ പോരെ. അപ്പോൾ എലീശ എന്താ പറയുന്നത്? തുടർന്നുള്ള വേദഭാഗത്തിൽ പോരാ. എവിടെ പോണം? കണ്ട അബാനിലും പർപ്പലിലും ഒന്നും പോയാ പോരാ. ശുദ്ധമാകണമെങ്കിൽ എവിടെ പോണം? യോർദാനിൽ. മലങ്കര സഭയുടെ ആത്മീക യോർദാൻ ആ ദേവാലയത്തിന്റെ ഉള്ളറയെ കാണുന്ന മാമോദീസ തൊട്ടിയാണ്. പ്രിയമുള്ളവരെ, അതിൽ തന്നെ എന്ത് ചെയ്യണം? മുങ്ങണം.
അല്ലാതെ കണ്ട കുഴിയിലോ കണ്ട തോട്ടിലോ പുഴയിലോ ഒക്കെ പോയി മുങ്ങിപ്പൊങ്ങി ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ വിശ്വാസത്തിലാണെന്ന് പറഞ്ഞാൽ ഒരു സാധ്യതയുമില്ല. മലങ്കര സഭയുടെ ആത്മീക യോർദാനായ ആ കാണുന്ന മാമോദീസ തൊട്ടിൽ തന്നെ മുങ്ങണം. കാരണം നോ സാൽവേഷൻ വിത്തൗട്ട് ചർച്ച്. സഭയ്ക്ക് മാത്രമേ പ്രിയമുള്ളവരെയും രക്ഷ പ്രദാനം ചെയ്യാനുള്ള അവകാശമുള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ ചോദിച്ചേക്കാൻ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ത് പറയും? ആ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഓർത്തഡോക്സാൻ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പറയാൻ പറ്റുമോ? ഇല്ല. ഭൂതവും ഭാവിയും വർത്തമാനം ഉൾക്കൊണ്ട ഒരു രക്ഷാ സിദ്ധാന്തമേ നമുക്കുള്ളൂ. അതുകൊണ്ട് എന്ത് വേണം? ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ രക്ഷിക്കപ്പെടുവാനായിട്ടിരിക്കുന്നു എന്നൊരു ഉത്തരമേ ദൈവശാസ്ത്ര ബോധ്യത്തിൽ ഒരു ഓർത്തഡോക്സുകാരന് പറയുവാനായിട്ട് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ സഭയിൽ നിന്നും അകന്നുപോയ, വിശ്വാസത്തിൽ നിന്നും അകന്നുപോയ ഈ മനുഷ്യൻ ഒന്നാമത് എന്ത് കൊടുക്കുന്നു? മാമോദീസ. അതിനുശേഷം മുറിവ്. മാമ നല്ല ശബ്ദം, മൈക്കൊന്ന് ഓണാക്കിയിരുന്നു വായിച്ചു. അവന്റെ മുറിവുകളെ കെട്ടി. രണ്ടാമത് എന്ത് ചെയ്യുന്നു? മുറിവുകളെ കെട്ടുന്ന കൂദാശ ഏതാ? കഴിഞ്ഞകാല ജീവിതത്തിന്റെ പാപങ്ങളുടെ മുറിവുകളെ ഏറ്റുപറഞ്ഞ് കെട്ടുന്ന കൂദാശ ഏതാ? പരിശുദ്ധമായ കുമ്പസാരം. നമ്മുടെ കൈയോ കാലോ വല്ല മുറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ബാഹ്യലോകത്തിന്റെ പ്രേരണ ഏൽക്കാൻ നമ്മൾ എന്ത് ചെയ്യും? പൊതിഞ്ഞു സൂക്ഷിക്കും, കെട്ടി സൂക്ഷിക്കും, അല്ലേ? അപ്പോൾ രണ്ടാമത് എന്ത് കൊടുക്കുന്നു? കുമ്പസാരം. ഇന്ന് കുമ്പസാരം നമ്മളുടെ സഭാ ജീവിതത്തിൽ, കൗദാശിക അനുഭവത്തിൽ, എന്റെയും നിങ്ങളുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അപചയം നേരിടുന്ന ഒരു കൗദാശിക അനുഭവമായി കുമ്പസാരം മാറുന്നില്ലേ പ്രിയമുള്ളവരെ? 8 മണിക്ക് നമ്മുടെ കൗണ്ടർ പോയിന്റിലും പ്രൈം ടൈമിലും ഒക്കെ വന്ന് മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധിമാന്മാർ എന്ന് അവകാശപ്പെടുന്ന മണ്ട ശിരോമണിമാർ വന്ന് ചിന്തയാ എന്ത്? കുമ്പസാരം വേണോ വേണ്ടയോ? പറഞ്ഞു കൊടുക്കണം. എന്താണ് കുമ്പസാരം എന്ന തലമുറകളിലേക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം പ്രിയമുള്ളവരെ. അതിന് പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ ആദ്യ പുസ്തകം ഉൽപ്പത്തിയുടെ താളുകളിൽ ഒരു മനുഷ്യനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ചതിയനെന്നും വഞ്ചകനെന്നും സ്വാർത്ഥനെന്നും വിളിച്ചൊരു മനുഷ്യനുണ്ട് ഉൽപ്പത്തിയിൽ. ആരാ? യാക്കോബ്. തന്റെ അപ്പൻ ആരാ? ആരാ മക്കളെ? Who is the father of Jacob? ഇസഹാക്ക്. തന്റെ അപ്പൻ വാർദ്ധക്യ സഹജമായി കണ്ണിന് അന്ധത പിടിച്ചിരിക്കുന്ന സമയത്ത് ഇസഹാക്ക് ചോദിക്കുകയാണ് യാക്കോബിനോട്, ആരാണ് മകനേ നീ? അപ്പോൾ യാക്കോബ് എന്താ പറയുക? ഞാൻ നിന്റെ മകൻ ഏശാവെന്ന് കള്ളം പറഞ്ഞ് വഞ്ചിച്ച് അനുഗ്രഹങ്ങൾ തട്ടിപ്പറിച്ചവനായി ആര് മാറുന്നു? യാക്കോബ് മാറുന്നു. ലാബാന്റെ ഭവനത്തിലേക്ക് പിന്നീട് പോവുകയാണ്. അതിനുശേഷം യാക്കോബ് 14 വർഷങ്ങൾക്ക് ശേഷം യാബോക്കിന്റെ കടത്തീരത്ത് നിൽക്കുന്ന യാക്കോബിനോട് പണ്ട് ഒരു 14 വർഷം മുന്നേ തന്റെ അപ്പൻ ചോദിച്ച അതേ ചോദ്യം ഇന്ന് യാബോക്കിന്റെ കടത്തീരം കടന്നിരിക്കുന്ന യാക്കോബിനോട് ആരാ ചോദിക്കുന്നത്? ആരാണ് മകനേ നീ? പണ്ട് അപ്പനോട് കള്ളം പറഞ്ഞവൻ ഇന്നോ ഉടയതമ്പുരാൻ ചോദിക്കുകയാണ്, ആരാണ് മകനേ നീ? അപ്പോളോ സത്യം പറയുന്നു, ഞാൻ യാക്കോബ. തന്റെ അപ്പനോട്, സഹജീവികളോട്, ജീവിതങ്ങളോട് കള്ളം പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ അനുതാപത്തിന്റെ അനുഭവങ്ങളിൽ മുട്ടിന്മേൽ നിന്ന് കഴിഞ്ഞകാല ജീവിതത്തിന്റെ പാപങ്ങളെ പറ്റി പൊട്ടിക്കരഞ്ഞ് ദൈവത്തോട് സത്യം വിളിച്ചു പറയുന്ന കൂദാശയാണ് എന്ത്? കുമ്പസാരം. പരിശുദ്ധമായ വലിയ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് എങ്ങനെയാ? അതുകൊണ്ട് യാക്കോബ് ആരായി? പിന്നീട് ഇസ്രായേൽ. പരിശുദ്ധ വലിയ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് എങ്ങനെയാവും? എൻ്റെ അച്ഛ പോത്തറത്ത് വേത്രത്തെ ആഘോഷിച്ച് ആണോ? അല്ല, അതൊക്കെ നിങ്ങൾ അതിൻ്റെ ആ ഓളത്തിലൊക്കെ നടത്തിക്കോണം. ശുഭക്കോനയിലൂടെ അല്ലേ? അനുരഞ്ജനത്തിന്റെ, അനുതാപത്തിന്റെ ശുഭക്കോനയിലൂടെ നമ്മൾ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കും. നോമ്പ് അവസാനിപ്പിക്കുന്നതോ? നോമ്പ് അവസാനിപ്പിക്കുന്ന കുരിശുമുത്തി, ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ പ്രതീകമായ കുരിശുമുത്തി അങ്ങ് പോകാണോ? വീണ്ടും ഒരു ശുഭക്കോന ചോദിച്ചാ പോകുക. എന്താ അർത്ഥം? പൗരസ്ത്യ സഭയുടെ സുറിയാനി പിതാക്കന്മാർ ഈ ആരാധനയിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ. ജീവിതം ആരംഭിക്കേണ്ടത് അനുതാപത്തിലൂടെ, ഈ ജീവിതം അവസാനിപ്പിക്കേണ്ടതും അനുതാപത്തിലൂടെ. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്, എൻ്റെ ആയുസിന്റെ മധ്യം നീ എന്നെ എടുത്തുകൊണ്ട് പോകരുത്. പലരും മനസ്സിലാക്കിയത് 70 ഏറെയായാലും 80, 80ന്റെ പകുതി 40, 40 എൻ്റെ ദൈവമേ എന്നെ നീ വിളിക്കല്ലെന്നാണ് ദാവീദ് പ്രാർത്ഥിച്ചത്. അല്ല, പിന്നെന്താ? ദൈവമേ, മരിക്കുന്നതിന്റെ മുമ്പേ
കണ്ണുമയക്കുന്നതിൻ്റെ ഇടയ്ക്ക് ദ്രുതഗതിയിൽ അനുതാപത്തിന്റെ അനുഭവങ്ങൾ എനിക്ക് തന്നിട്ട് മാത്രമേ എന്നെ നിന്റെ സന്നിധിയിലേക്ക് വിളിക്കാവേ എന്നാണ് പ്രിയമുള്ളവരെ ആ പ്രാർത്ഥനകളുടെ അർത്ഥങ്ങൾ. അതുകൊണ്ട് അനുതാപത്തിന്റെ അനുഭവങ്ങൾ നമുക്കുണ്ടാവേണ്ടിയിരിക്കുന്നു. രണ്ടാമത് കൊടുക്കുന്ന കൂദാശ കുമ്പസാരം. അതിനുശേഷം അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. മൂന്നാമത് വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നു. വഴിയമ്പലം എന്താ പറഞ്ഞൊന്ന്? സത്രം. സത്രം എന്താ? സത്രം എന്താ? പണ്ടൊക്കെ നമ്മുടെ പെരുമ്പുഴയിൽ, നമ്മുടെ പറമ്പിലും തോട്ടിലും ഒക്കെ ഇവിടെ ഇങ്ങോട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന റബ്ബർ അല്ലയോ കാണുന്നത്? ആണോ? അതിൻ്റെ ഇടയ്ക്ക് പെട്ടിയും വെച്ചിട്ടുണ്ട്. ഇതാ യഥാർത്ഥത്തിൽ പെരുമ്പുഴ ദേവാലയത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, വാഗ്ദത്ത ദേശമായ പാലും തേനും ഒഴുകുന്ന കനാലിലേക്ക് കൊണ്ടുപോകുന്നു. അല്ലയോ? പാലും തേനും ഒഴുകുന്ന പുരയിടങ്ങൾ ഇവിടെ കാണുന്നത്. കാരണം പാലൊഴുകുന്നുണ്ട് റബ്ബറിൽ നിന്നും. അതിൻ്റെ ഇടയ്ക്ക് പെട്ടി വെച്ചിട്ടുണ്ട്, തേൻ്റെ പെട്ടി. അപ്പോൾ എന്താ? തേനും ഒഴുകുന്നുണ്ട്. പാലും തേനും ഒഴുകുന്ന ദേശം ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ പറമ്പിൽ തന്നെ ഒഴുകുന്നുണ്ടല്ലേ? അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, സത്രം എന്ന് പറഞ്ഞാൽ വഴിയമ്പലമാണ്. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പറമ്പിലുമൊക്കെ ഉണ്ടാകുന്ന പല കാര്യങ്ങൾ, കപ്പയും ചേനയും ചേമ്പും ഒക്കെ എന്ത് ചെയ്യും? കാളവണ്ടിയിലൊക്കെ ആക്കി നമ്മുടെ വല്യപ്പച്ചന്മാർ എന്ത് ചെയ്യും? ചങ്ങനാശ്ശേരി ചന്തയിലേക്കും കോട്ടയം ചന്തയിലേക്കും ഒക്കെ പോകും. പോയിട്ടില്ലയോ? അയ്യോ, പെരുമ്പുഴക്കാർ പണ്ട് മുതലേ ഗവൺമെന്റ് ജോലിയുള്ള ആൾക്കാരായിരുന്നെന്നാ തോന്നുന്ന ഇരിപ്പൊക്കെ കണ്ടിട്ടാ. അപ്പോൾ സ്വാഭാവികമായി ഇത് ഇങ്ങനെ കൊണ്ടുപോകും, ഇല്ലയോ? അപ്പോൾ ദീർഘദൂര യാത്രയുണ്ട്. അപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോഴേക്കും അപകടങ്ങൾ നിറഞ്ഞ യാത്രയാണ്. കാളവണ്ടിയിലാണല്ലോ ഇതൊക്കെ കൊണ്ടുപോകുന്നത്. വിശ്രമത്തിന് വേണ്ടി തിരഞ്ഞെടുക്കും. എവിടെ? എന്തിനു വേണ്ടിയാ മക്കളെ? കാളവണ്ടിക്ക് പെട്രോൾ അടിക്കാനോ? വിശ്രമത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലമാണ് ഇവിടെ സത്രം. അപ്പൊ നിങ്ങൾ സത്രത്തെ പറ്റി ഒന്ന് ചിന്തിച്ച്. പല ദേശത്തിലെ ആളുകളില്ലേ അവിടെ? പെരുമ്പുഴക്കാരുമുണ്ട്, ഇതിനൊരു 60 കിലോമീറ്റർ അപ്പുറമുള്ള എൻ്റെ പുതുഞ്ഞൂരുകാരുമുണ്ട്, പരിമലക്കാരുമുണ്ട്, എല്ലാവരും ഉണ്ട്, കൊല്ലംകാരുമുണ്ട്. ഇവിടെ ഉണ്ട്, ഈ സത്രത്തിലുണ്ട്. പല ദേശത്തിലെ ആളുകളുണ്ട് ഇവിടെ സത്രത്തിൽ. പല ഭാഷ സംസാരിക്കുന്ന ആളുകൾ കാണാം സത്രത്തിൽ. പല സംസ്കാരത്തിലുള്ള ആളുകൾ കാണാം ഇവിടെ സത്രത്തിൽ. അപ്പൊ സത്രം എന്താ? ഒരു കൂട്ടായ്മയുടെ ഇടമല്ലേ? നമ്മുടെ ദേവാലയത്തെ നമ്മൾ വിളിക്കുന്നത് എന്താ? ജോൺ ദി ബാപ്റ്റിസ്റ്റ് അല്ലയോ? സ്നാപക യോഹന്നാന്റെ നാമധേയത്തിലുള്ള ഇടവകപ്പള്ളി എന്നാ പറയുന്നല്ലേ? എന്താ അർത്ഥം? എന്താ ഇടവകപ്പള്ളി? ഓ, എൻ്റെ അച്ഛാ പലരും പറഞ്ഞു, ഞങ്ങളും പറയുന്നു. ഇനി ഇതിന്റെ അർത്ഥം വല്ല മനസ്സിലാക്കിയിട്ടാണോ? ഇടവക എന്ന് പറഞ്ഞാൽ ഇടത്തിന്റെ വക, ദേശത്തിന്റെ വക, കുടുംബത്തിന്റെ വക. നിങ്ങളെ എല്ലാം ഒന്നിപ്പിക്കുന്ന ഘടകം എന്താ? നിങ്ങൾ 400 വീട്ടുകാരുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഈ ദേവാലയത്തിൽ. ഈ 400 വീട്ടുകാരെ ഒന്നിപ്പിക്കുന്ന ഘടകം എന്താ? ഞങ്ങൾ പെരുമ്പുഴ ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ അംഗങ്ങളാണെന്നുള്ള വലിയ സ്വത്വബോധമല്ലേ പ്രിയമുള്ളവരെ നിങ്ങളെല്ലാം ഒന്നിപ്പിക്കുന്നത്? ഒരേ അപ്പത്തിന്റെ അംശികളായി ഈ വലിയ കുടുംബത്തിന്റെ, ഈ വലിയ കൂട്ടായ്മയുടെ അംഗങ്ങളാണ് നിങ്ങളെല്ലാം. അന്നാണ് നിങ്ങളെല്ലാം ഒന്നിപ്പിക്കുന്ന ഘടകം അല്ലേ? അപ്പോൾ ഇത് കൂട്ടായ്മയുടെ ഇടമാ ആണോ? കൂട്ടായ്മയിൽ നിന്ന് എന്തു വളർന്നത്? സഭ വളർന്നത്. എവിടാ പറയുന്നത്? എല്ലാം ഇതിൻ്റെ അകത്തിലുണ്ട്. പക്ഷെ എന്ത് ചെയ്യണം? അപ്പോസ്തല പ്രവൃത്തി ആദിമ സഭയുടെ 4 പ്രത്യേകതകൾ. അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ചു, എല്ലാം പൊതുവകയെന്നെണ്ണി അവർക്കുണ്ടായിരുന്ന എല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. കൂട്ടായ്മയിൽ നിന്ന് എന്ത് വളർന്നത്? സഭ വളർന്നത്. അപ്പോൾ ഈ മനുഷ്യനെ എങ്ങോട്ടാക്കിയെന്നർത്ഥം? സഭയിലേക്ക്. സഭയുടെ പ്രവേശനത്തിന്റെ കവാടമായ മാമോദീസ തൊട്ടിയിലൂടെ, കഴിഞ്ഞകാല ജീവിതത്തിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ കുമ്പസാരത്തിലൂടെ ഈ മനുഷ്യൻ മൂന്നാമത് എങ്ങോട്ടാ പോകുന്നത്? സഭയിലേക്കാ പ്രിയമുള്ളവരെ പോകുന്നത്. സഭാജീവിതം വേണ്ടെന്ന് വെക്കുന്ന ആളുകളുടെ എണ്ണം ഇന്ന് പെരുകുന്നില്ലേ? നമ്മുടെ വിദ്യാർത്ഥികളുടെ എണ്ണം ഇന്ന് ഈ ദേവാലയം, ഇന്ന് ഇവിടെ തന്നെ എത്രയുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. എന്തേ പ്രിയമുള്ളവരെ, നമ്മളുടെ വിദ്യാർത്ഥികൾ, യുവാക്കളൊക്കെ ദേവാലയത്തിൽ നിന്നും അകന്നു പോകുന്നു. 400 കുടുംബങ്ങളുള്ള ഈ ദേവാലയത്തിൽ എത്ര വിദ്യാർത്ഥികൾ? പാട്ടുള്ളോണ്ടല്ലേ മക്കളെ നിങ്ങൾ പലരും ഇന്ന് വന്നത് ഈ പ്രബോധന ശുശ്രൂഷയ്ക്ക്. ഗാന ശുശ്രൂഷ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ വരുമായിരുന്നു. സോമൻ കടലൂരിന്റെ മനോഹരമായ ഒരു കവിതയുണ്ട്. യുവാവേ നീ എവിടെയാണ്, യുവാവേ നീ എവിടെയാണ് അസ്തമിച്ചു പോകുന്നത്? തെരുവോരങ്ങളിലെ സമരപ്പന്തലുകളിൽ നീ ഇല്ല, കല്യാണ മണ്ഡപങ്ങളിലും നീ ഇല്ല, അമ്മയ്ക്ക് ആതുരാലയത്തിൽ കൂട്ടിരിക്കുന്നിടത്തും നീ ഇല്ലല്ലോ യുവാവേ. എവിടാടാ യുവാവേ? ഐ മിസ് യൂടാ എന്ന് പറയുന്ന
മലയാളത്തിലൊരു കവിത. പ്രിയമുള്ളവരെ, നമ്മുടെ തലമുറകൾക്ക് ദേവാലയവും സഭാജീവിതം വേണ്ടെന്ന് പറയുകയും മതജീവിതം മടിപ്പിക്കുന്ന ഓർമ്മകൾ എന്ന് പറയുന്ന അനന്തര തലമുറകൾ പെരുകുന്ന കാലഘട്ടത്തിൽ ഈ സഭയുടെ അനുഭവങ്ങളെ തലമുറ കൈമാറുവാൻ എന്നെ ശ്രമിക്കുന്ന മാതാപിതാക്കന്മാർക്ക് സാധ്യമാവണം. നിങ്ങൾ പറഞ്ഞല്ല കൊടുക്കേണ്ടത്, പകർന്നു കൊടുക്കണം. നിങ്ങളുടെ കുഞ്ഞുമക്കളൊക്കെ ആരാധനകൾ പഠിച്ചത് എങ്ങനെയാ പഠിച്ചത്? അനുകരണങ്ങളിലൂടെയല്ലേ പഠിച്ചത്? കുരിശ് വരയ്ക്കാൻ ഈ മക്കളെ ആരെങ്കിലും പഠിപ്പിച്ചതാണോ? അല്ല. അതിൻ്റെ ദൈവശാസ്ത്ര വശങ്ങൾ സൺഡേ സ്കൂൾ അധ്യാപകർ പഠിപ്പിച്ചു കാണും. സ്വർഗത്തിലെ ദൈവം ഭൂമിയിലേക്ക് വന്ന് ഇടത്തേതിൻ്റെ മക്കളായ നമ്മളെ വലത്തേതിലേക്കാക്കി. പക്ഷെ കുരിശ് വരയ്ക്കാൻ നിങ്ങളെ പഠിപ്പിച്ചത് ആരാ? നിങ്ങൾ തന്നെ വരച്ചതാ. പലരും വരയ്ക്കുന്ന കണ്ട് വരച്ചതാ. അപ്പനും അമ്മയും വരയ്ക്കുന്ന കണ്ട് വരച്ചതാ. അപ്പോൾ അവർ കുരിശ് വരയ്ക്കണമെങ്കിൽ എന്ത് വേണം? വീട്ടിൽ കുരിശ് വരയ്ക്കുന്ന ഒരപ്പയും അമ്മയും ഒക്കെ അവൻ അനിവാര്യമാ. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ദേവാലയത്തിലേക്ക് വരും. ദേവാലയത്തിലേക്ക് വന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പലരും കാണിക്കുന്ന ഒരു ചിത്രമുണ്ട്. എന്താ? നമ്മളും കുറെ കാണിച്ചതാ. അമ്മയുടെ സാരിത്തുഞ്ചോ ഷാളൊക്കെ എടുത്ത് അച്ഛൻ കാപ്പയിടുന്നത് പോലെ ശരീരത്തിൽ ഇങ്ങനെ ഇട്ട് അടുക്കളയിൽ നിന്ന് ഒരു ചിരട്ട കൊണ്ടുവന്ന് കയറിക്കെട്ടി ധൂവക്കുറ്റി വീശുന്നത് പോലെ കുർബാന ചെല്ലുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട് വീട്ടിലല്ലയോ? കൊച്ചുമക്കൾ ആണല്ലോ. അപ്പോൾ നമ്മൾ പറയും, ഓഹ് ഇവനങ്ങ് കാതോലിക്കയാകും, അല്ലെങ്കിൽ കൊല്ലം ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്തെയെങ്കിലും ആകും. അവൻ കാതോലിക്കയും ആകണ്ട, മെത്രാപ്പോലിത്തെയും ആകണ്ട, വൈദികനായില്ലെങ്കിലും കുഴപ്പമില്ല, അവൻ പ്രാർത്ഥിക്കുന്ന കുഞ്ഞാവും. കാരണം എന്താ? അവൻ ദേവാലയത്തിൽ അവൻ ഇവിടെ വരുമ്പോൾ കാണുന്നത് ഇതാണ്. പ്രിയമുള്ളവരെ, ആരാധനകളുടെ ആദ്യപാഠങ്ങൾ അനുകരണങ്ങളിലൂടെ. അവന്റെ ജീവിതത്തിൽ അവൻ പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ, രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ അവന് പറഞ്ഞു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധ്യമാവണം. മലങ്കര സഭയുടെ ആസ്ഥാനം ദേവലോകം അരമനയാണെന്ന് നിങ്ങൾക്കറിയാം. ദേവലോകം അരമനയുടെ ഉള്ളിൽ ഒരു ദേവാലയമുണ്ട്. അത് 1951 പശ്ചാത്തലങ്ങളിൽ മലങ്കരയുടെ തൃതീയ കാതോലിക്ക പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദിദിയൻ ബാവ പടുത്തുയർത്തിയതാണ്. പ്രത്യേകിച്ച് ഈ ദേശമായിട്ടൊക്കെ അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുന്നവർക്കറിയാം. ഒത്തിരിയേറെ ബന്ധമുണ്ടായിരുന്ന മലങ്കരയുടെ 3-ാം കാതോലിക്ക കുറിച്ചി ബാബ കല്ലാശ്ശേരി ബാബ. എങ്ങനെയാണെന്നറിയാമോ? ദേവലോകം അരമന പണി അരമനയുടെ ഉള്ളിലെ ദേവാലയത്തിന്റെ പണി പൂർത്തീകരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം എങ്ങനെയാണെന്നുള്ളത്. 1950 പശ്ചാത്തലം, ഇല്ലായ്മകളും അല്ലലുകളുമുള്ള കാലഘട്ടം. അരയൂരി അരിവെച്ച് 8ഉം 10ഉം മക്കളുടെയൊക്കെ വയറു നിറക്കുവാൻ വേണ്ടി തത്രപ്പെട്ട് ഓടി നടന്ന നമ്മളുടെ വെല്ലുമച്ചിമാർ ഉപജീവനത്തിന് വേണ്ടി അരിയളക്കുമ്പോൾ അതിൽ ഒരു പിടി മാറ്റിവെച്ച് ആ പിടിയര് സ്വരൂപിച്ചിട്ടാണ് മലങ്കര സഭയുടെ ആസ്ഥാനമായ ദേവലോകത്ത് ഇന്ന് കാണുന്ന മനോഹരമായ ദേവാലയത്തിന്റെ പണി പൂർത്തീകരിക്കുവാൻ പരിശുദ്ധനായ കല്ലാശ്ശേരി ബാബ പണം സ്വരൂപിച്ചത് നമ്മളുടെ അമ്മച്ചിമാരുടെ പിടിയരി കൊണ്ടാ. പ്രിയമുള്ളവരെ, ഇല്ലായ്മകളുടെ അനുഭവങ്ങളിൽ ഉപജീവനത്തിന്റെ അംശം മാറ്റിവെച്ച് സഭയ്ക്ക് സഭാ അനുഭവങ്ങളെ, നോമ്പിനെ, പ്രാർത്ഥനകളെ, ദണ്ഡനമസ്കാരങ്ങളെ, ആചാര നൽവർത്തുന്ന സ്വായത്തമാക്കുന്ന ദൈവീക കൃപകളെ തലമുറ കൈമാറുവാൻ പ്രതിജ്ഞാബദ്ധരായ പൂർവിക മാതാപിതാക്കന്മാരുടെ ചരിത്രം ഈ സഭയുടെ പൂർവിക മാതാപിതാക്കന്മാർക്ക് പറയാനുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ പ്രാർത്ഥന എവിടെയാ? പണ്ടൊക്കെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഒരു കീറത്തുണി തലയിലിട്ട് വല്യപ്പച്ചനെ കൂട്ടുപിടിച്ചും ചാണകം മെഴുകിയ തറയിൽ നിന്നുകൊണ്ട് മുട്ടിന്മേൽ നിന്ന് പൊട്ടിക്കരഞ്ഞും കഴിഞ്ഞ കാല അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നോ പല മറിയമാരുമൊക്കെ ഇവിടെ വന്നിരിപ്പുണ്ടല്ലോ. പല മറിയമാരുടെയും പ്രാർത്ഥന എങ്ങനെയാ? രാവിലെ പ്രാർത്ഥനയില്ല, അത് അല്പം കൂടെ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. ഈ വൈകുന്നേരം പ്രാർത്ഥിക്കും, ആരാണ്ടൊക്കെ ബോധിപ്പിക്കാൻ കിടക്കയിലോട്ടിരുന്നിട്ട് പലരും മറിയമാരുടെയും പ്രാർത്ഥന. കർത്താവേ, ഞാൻ മറിയ, നീ എന്നെ അറിയുന്നു, ഞാനും നിന്നെ അറിയുന്നു, ഞാനിതാ മറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കിടക്കയിലേക്ക് വീഴുക. പ്രാർത്ഥനകളുടെ അനുഭവങ്ങൾ എവിടെയാണ് പ്രിയമുള്ളവരെ? തലമുറകൾക്ക് പ്രാർത്ഥനകളുടെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധ്യമാവുന്നുണ്ടോ? ഇവിടെ ഇരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. നിങ്ങളുടെ ലൂക്കോസ് അച്ഛൻ പറഞ്ഞത് പ്രാർത്ഥന മല്ലന്മാരാണ് ഞങ്ങളുടെ ദേവാലയത്തിലെ ആളുകൾ എന്നുള്ളതാ. ഒന്ന് പരീക്ഷിച്ചാലോ? 15 വയസ്സിൽ താഴെയുള്ളവർ എൻ്റെ കൂടെ ഒന്ന് പാടിക്കും. 15 വയസ്സിൽ താഴെയുള്ളവർ പാടാൻ പറഞ്ഞ എന്തുകൊണ്ടെന്നറിയാമോ? അതിനു മുകളിൽ പ്രായമൊക്കെ ഉള്ളവർ പണ്ട് വല്യപ്പച്ചനും വല്യമ്മച്ചിയും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർ പാടിയത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടല്ലോ. നിങ്ങൾ പാടുന്നത് കേൾക്കുന്നത് ഇവിടെ ഇരിക്കുന്ന 15 വയസ്സിൽ താഴെയുള്ളവർ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പാടുന്നുണ്ടോ എന്നുള്ളൊരു അന്വേഷണമായത്. 15 വയസ്സിൽ താഴെയുള്ളവർ. അതിരാവിലെ തിരുസന്നിധി. അമ്മമ്മ നല്ല പാട്ടാ. 30, 40, 50, 60 ഒക്കെ നിറവ് കഴിഞ്ഞ് 70 നിറവിലോട്ട് നടന്നെടുക്കുമ്പോഴും
അമ്മാമ്മയുടെ ആഗ്രഹം നല്ലതാ 15 താഴെ ആകാൻ. പക്ഷെ കാലചക്രം അത്രയും അല്ലല്ലോ കടന്നു പോയത്. 15 താഴെ ഉള്ളവർ മാത്രം പാടിയാൽ മതി. ഒന്ന് പാടിക്കുകയും 15 താഴെ ഉള്ളവർ അതിരാവിലെ 15 താഴെ ഉള്ളവർ ആദ്യത്തെ ആ ഇൻട്രൊഡക്ഷന്റെ പാട്ട് പാടിയ ഒരു ആവേശം എന്താ ഇതിനില്ലാത്തത്? ഇനി ചിലർ പറയുന്നു എൻ്റെ അച്ഛ ഞങ്ങളുടെ വീട്ടിലെ പാട്ട് പുസ്തകത്തിൽ ഈ പാട്ടില്ല. എന്നാ പിടിച്ചോ വേറെ പാട്ട്. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ. നമ്മെ ആധാർ കാർഡ് കാണിച്ചിട്ട് അമ്മാമ്മ പോയാൽ മതി കേട്ടോ. 15 താഴെയുള്ളവർ എവിടെ പ്രിയമുള്ളവരെ നമ്മുടെ പ്രാർത്ഥനകളുടെ അനുഭവങ്ങൾ ഇന്നെത്തി നിൽക്കുന്നു. യുദ്ധം ചെയ്യുന്ന ജോഷുവായ്ക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന മോശയുടെ ചിത്രം പുറപ്പാട് പുസ്തകത്തിന്റെ അകത്തളങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മോശയുടെ കരങ്ങൾ ഉയരുമ്പോൾ ജോഷുവ യുദ്ധത്തിൽ ജയിക്കുന്നു. മോശയുടെ കരങ്ങൾ പ്രാർത്ഥനയിൽ താഴുമ്പോഴോ ജോഷുവ യുദ്ധത്തിൽ തോക്കുന്നു. മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥനയിലിരുന്ന കരങ്ങൾ ഇന്നിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ തലമുറയ്ക്ക് അനിവാര്യമാണ് പ്രിയമുള്ളവരെ. രാജാവും നിബിയുമായ സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിന്റെ അന്തരീക്ഷത്തിൽ തന്റെ കുഞ്ഞുങ്ങൾക്ക് കൂടൊരുക്കുന്ന മീവൽ പക്ഷിയെ പറ്റി 84-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്. നമ്മുടെ പുത്തൻ തലമുറകൾക്ക് ദേവാലയത്തിന്റെ അന്തരീക്ഷത്തിൽ, വീട്ടിലെ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ വീടൊരുക്കുവാൻ നമുക്ക് സാധ്യമാവണം. ആ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് വേണം സഭാജീവിതത്തെ പകർന്നു കൊടുക്കുവാൻ. ഈ മനുഷ്യൻ എന്തു കൊടുക്കുന്നു? മൂന്നാമത് സഭയിലേക്ക് ഈ വീണുപോയ മനുഷ്യനെ കൊണ്ടുവരുന്നു. തുടർന്ന് അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് മതി. കൊടുത്തു. 2 വെള്ളിക്കാശ് എടുത്ത് സഭയിലേക്ക് കൊണ്ടുവന്നിട്ട് 2 വെള്ളിക്കാശ് എടുത്ത് കൊടുത്തെന്നാണ് പറയുന്നത്. ഈ പുതിയ നിയമത്തിൽ 2 തരത്തിലുള്ള നാണയങ്ങളെ ഉള്ളൂ. ഏതൊക്കെയാണെന്നറിയാമോ? സ്വർണ്ണമാണല്ലോ നമുക്കൊക്കെ പ്രതീക്ഷ. സ്വർണ്ണമൊന്നുമില്ല, വെള്ളിയും ദ്രഹ്മ. നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല, ദ്രഹ്മ കേട്ടിട്ടില്ലയോ? ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ നാണയങ്ങൾ ഉണ്ടായിരുന്നു. 1 കളഞ്ഞു പോകുമ്പോൾ വിളക്ക് കത്തിച്ചു, അടിച്ചുവാരി ഉണ്ട്. പിന്നെയും ഉണ്ട് ദ്രഹ്മയെ പറ്റി. എവിടാ? കൈസർക്കുള്ളത് കൈസർക്ക്, ദൈവത്തിനുള്ള ദൈവത്തിനെന്ന് പറഞ്ഞുകൊണ്ട് യേശു എന്താ കൊടുക്കുന്നത്? എന്ത് ദ്രഹ്മ കൊടുക്കുന്നു? ചതുർദ്രഹ്മ എന്ന് പറഞ്ഞാൽ, ചതുർ എന്ന് പറഞ്ഞാൽ സംസ്കൃതമാണ്. 1 2 3 4 5 6 അഷ്ടദശ ഏകോദശ ത്രയോദശ എന്നൊക്കെ പറഞ്ഞാൽ സംസ്കൃത വാക്കുകളാണ്. 1 2 3. ചതുർദ്രഹ്മ എന്ന് പറഞ്ഞാൽ 4 ദ്രഹ്മ. 4 ദ്രഹ്മ നാണയങ്ങൾ എന്ത് കൊടുക്കുന്നു? തലവരിപ്പണം കൊടുക്കുന്നു. അപ്പൊ 2 തരത്തിലുള്ള നാണയങ്ങളാണ് പുതിയ നിയമത്തിലുള്ളത്. ഏതൊക്കെയാ? ദ്രഹ്മ നാണയവും വെള്ളി നാണയവും. ഇവിടെ എന്താ കൊടുക്കുന്നത്? ഇതിൽ ഏറ്റവും വിലയുള്ളത് എന്തിനാ? ദ്രഹ്മയ്ക്കോ വെള്ളിക്കോ ഏറ്റവും മൂല്യമുള്ളത്? എൻ്റെ അച്ഛ അതൊന്നും ചോദിക്കരുത്. സ്വർണ്ണമായിരുന്നെങ്കിൽ ഞങ്ങൾ പറഞ്ഞേനെ. ഇന്ന് രാവിലെ എൻ്റെ ഭാര്യ എന്നോട് പത്രം വായിച്ചിട്ട് അവതരിപ്പിച്ച പുതിയ പദ്ധതി. പത്രമൊക്കെ വായിച്ചു, വളരെ സീരിയസ് ആയിട്ട് പത്രമൊക്കെ വായിക്കുന്നത് കണ്ടു. അവസാനം ഞാൻ ഇങ്ങനെ വീട്ടിലോട്ടൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നോട് പറയുകയാണ്, ഞാനൊരു അപ്പനായിട്ട് ഏകദേശം ഇന്ന് 75 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ കൊച്ചനെ ബന്ധുമിത്രാദികളെയൊക്കെ വിളിച്ചപ്പോൾ 28-ന് ബന്ധുമിത്രാദികളെയൊക്കെ വിളിച്ചു. അവർ സ്നേഹപൂർവ്വം എന്ത് ചെയ്തു? അവന് കുറച്ച് സ്വർണവും വളയും ചെയിനും ഒക്കെ കൊണ്ട് ഇട്ടു, പ്രിയമുള്ള എൻ്റെ ബന്ധുമിത്രാദികൾ. അപ്പോൾ പത്രം വായിച്ചിട്ട് എൻ്റെ ഭാര്യ രാവിലെ എന്നോട് അവതരിപ്പിക്കുകയാണ്, എൻ്റെ അച്ഛ അവൻ എന്തായാലും ഇപ്പോൾ സ്വർണ്ണമൊന്നും ഇടാൻ പോകുന്നില്ല. ഇന്നത്തെ സ്വർണത്തിൻ്റെ വില 46,681 രൂപയാണ് പവന്. അപ്പോൾ അവൻ്റെ സ്വർണ്ണമെല്ലാം നമുക്കങ്ങ് കൊടുക്കാം, എന്നിട്ടോ എനിക്കൊരു വള നമുക്ക് മേടിക്കാം എന്നുള്ളതാണ് പുതിയ ഇന്ന് രാവിലത്തെ പദ്ധതി. ഞാൻ അതിനേക്കാൾ വലിയ ബുദ്ധിമാനായതുകൊണ്ട് അടുത്ത ആഴ്ച ഇതിനേക്കാൾ വില കുറയുമെന്നാണ് തോന്നുന്നത്, നമുക്ക് അന്നേരം ആകട്ടെ. അപ്പോൾ സ്വർണത്തിനായിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞതിനും ഏതിനായിരുന്നു വിലയെന്ന്. വെള്ളിക്കോ ദ്രഹ്മയ്ക്കോ ഏതിനാ വില? വെള്ളിക്ക ഏറ്റവും മൂല്യമുള്ളത്. ഏറ്റവും മൂല്യമുള്ള 2 വെള്ളി നാണയമാണ് സഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മനുഷ്യന് കൊടുത്തത്. ഇനിയും ഈ മനുഷ്യനെ എന്ത് വിളിക്കാം? നമുക്ക് എന്ത് വിളിക്കാന്ന് ചോദിച്ചാൽ എന്തേലും വിളിക്കാം, ഇല്ലയോ? മാമോദീസ ഏറ്റ മനുഷ്യനായി ഇദ്ദേഹം, അല്ലേ? ആണോ? അപ്പോൾ എന്താ വിളിക്കേണ്ടത്? നമ്മളുടെയൊക്കെ കൊച്ചുങ്ങളെ മാമോദീസ ഏൽക്കുന്നതിന് മുമ്പേ നമ്മൾ എന്ത് വിളിക്കും? തക്കുടു, വാവി ആണോ? അല്ല. എന്ന് വിളിക്കും. സഭാ അനുഭവങ്ങൾ എന്ത് വിളിക്കണം? മാമോദീസയുടെ ആ തലതൊട്ടപ്പനും അമ്മയും ഒക്കെ അല്ലയോ ഇവിടെ നിൽക്കുന്നത്? എന്താ വിളിക്കുന്നേ? സ്നാനാർത്ഥി, അല്ലയോ? വായിച്ചിട്ടില്ലയോ? മാമോദീസയ്ക്ക് മുമ്പ് കുഞ്ഞിൻ്റെ തല ഇടത്തെ കയ്യിലായിരിക്കണം,
എന്നിട്ട് കിഴക്കോട്ട് അഭിമുഖമായി നിൽക്കണം. വായിച്ചിട്ടില്ലയോ? അപ്പൊ കുഞ്ഞിനെ വിളിക്കുന്നത് എന്താ? സ്നാനാർത്ഥി. തക്കുടുവാവെന്നൊക്കെ നിങ്ങൾ വിളിച്ചോ വീട്ടില്? സഭ ആ കുഞ്ഞിനെ കാണുന്നത് എങ്ങനാ? സ്നാനാർത്ഥി. മാമോദീസ ഏറ്റു കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ വിളിക്കുന്നത് എന്താ? വിശ്വാസി. പിന്നെ നമ്മളെ പോലൊക്കെയാ ജീവിതമെങ്കിലോ അവിശ്വാസി ആണോ? അല്ല, വിശ്വാസി. അപ്പോൾ ഈ വീണുപോയ മനുഷ്യനെ മാമോദീസ നൽകുന്നു. മാമോദീസ നൽകിയ ഈ മനുഷ്യനെ നമുക്ക് എന്ത് വിളിക്കാം ഇനിയും? വിശ്വാസി. നമ്മളെ പോലെ വിശ്വാസിയാ. വിശ്വാസിക്ക് മാത്രം ലഭിച്ചിട്ടുള്ള മാലാഖമാർക്ക് പോലും, മോറാവോസന്മാരും ഹൈലേന്മാരും സ്ട്രോപ്പന്മാരും മൗതുബേന്മാരും റീസനുവോസന്മാരും സുൽത്തോനന്മാരും തുടങ്ങി 9 വൃന്ദം മാലാഖമാർക്ക് പോലും ലഭിക്കാത്ത വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും മാത്രം ലഭിച്ച വിലമതിക്കാനാവാത്ത വിലയുള്ള 2 വെള്ളി നാണയം എന്താ? പറ. എൻ്റെ തമ്പുരാന്റെ ശരീരവും രക്തവും വിശുദ്ധ കുർബാന. ബഹുമാനപ്പെട്ട അച്ഛന് സമ്മാനം കൊടുക്കണം കേട്ടോ. മാത്യു അബ്രഹാം അച്ഛന് മാത്രമാ എന്താ കൊടുക്കുന്നത്? വിശുദ്ധമായ കുർബാനയുടെ അനുഭവങ്ങൾ. ഈ കുർബാന അനുഭവിക്കുന്നവരാ നമ്മൾ. പക്ഷെ യഥാർത്ഥത്തിൽ ആ വിചാരം നമുക്കുണ്ടോ? അനുതാപമില്ലാതെ വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ യജമാന്യത്തിന് നായ്ക്കുട്ടിക്ക് സമമെന്നാണ് ബാർബറായ ഹൂദായ ഖാനിൽ കോറിയിടുന്നത്. നമ്മുടെ കുർബാന അനുഭവമോ? നമ്മുടെ കുർബാന അനുഭവം എങ്ങനെ? ഞായറാഴ്ച പള്ളി വരുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിലുള്ളൊരു ചിത്രം എന്താ? ഈ അച്ചായന്മാർ വല്ലതും ബാത്റൂമിൽ കുളിക്കാൻ കയറി ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഇല്ല, ഈ പ്രത്യേകിച്ച് ഞായറാഴ്ച രാവിലെ ഒട്ടും ഇറങ്ങത്തില്ല, താമസിച്ച്. അപ്പോൾ നമ്മൾ പറയും, എൻ്റെ അച്ചായ ഒന്ന് പെട്ടെന്ന് ഇറങ്ങുക, പ്രഭാത നമസ്കാരം തീരുന്നതിന് മുമ്പെങ്കിലും ചെല്ലണം. ഇറങ്ങുമോ? ഇല്ല. പിന്നെ നമ്മൾ ഒന്നുകൂടെ പറയും, എൻ്റെ അച്ചായ ഒന്നിറങ്ങ്. കാരണം വികാരി അച്ഛൻ അനൗൺസ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ പരിഹസിക്കും. ഇറങ്ങത്തില്ല. പിന്നെ നമ്മൾ പറയും, മനുഷ്യ ഒന്ന് പെട്ടെന്ന് ഇറങ്ങുക. എന്നിട്ടും ഇറങ്ങത്തില്ല. അപ്പോൾ നമ്മൾ പറയുന്ന ഒരു പദമുണ്ട്, എന്താ? പോയിട്ട് വരട്ടെ, ബാക്കി ഞാൻ അന്നേരം തന്നോട് പറയാം. എന്നിട്ട് ഇവിടെ വന്ന് പള്ളിക്കുള്ളിൽ ഒരു നിപ്പുണ്ട്. എങ്ങനാ? കൈകൂപ്പി ഭക്തി പുരസ്കരം 9 വൃന്ദം മാലാഖമാർ ആ നിപ്പ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് ചുറ്റും ഊളിയിട്ട് പറക്കുന്ന രീതിയിലാ സ്തുതിയും സ്തോത്രവും. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ദേവാലയത്തിലെ നിപ്പ്. ആ നിപ്പ് കണ്ടപ്പോഴേ നമ്മുടെ വികാരിയച്ഛൻ പള്ളിയിലെ ലെറ്റർ പാഡ് എടുക്കുന്നു, പരിശുദ്ധ ബാവായ്ക്കും സുനഹദോസിനും എഴുതുന്നു. വട്ടശ്ശേരി തിരുമേനിക്ക് ശേഷം മലങ്കര സഭ അടിയന്തരമായി പ്രഖ്യാപിക്കേണ്ട പരിശുദ്ധന്മാരാണ് പെരുമ്പുഴ ദേവാലയത്തിലെ ആളുകളെന്ന് പറഞ്ഞുകൊണ്ട് സുനഹദോസിന് അപേക്ഷയും സമർപ്പിക്കുന്ന നമ്മുടെ നിപ്പ് കണ്ടാൽ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ പ്രിയമുള്ളവനെ വിളിക്കുന്നത് എന്താ? ഈ നാവ് കൊണ്ട് തന്നെ. ദേവാലയത്തിൽ വന്നിട്ട് സ്തുതിയും സ്തോത്രവും പറഞ്ഞ് വിശുദ്ധ കുർബാന അനുഭവിച്ച ഈ നാവ് കൊണ്ട് തന്നെ നമ്മൾ പ്രിയമുള്ളവരെ വിളിക്കുന്നത് എന്തൊക്കെയാ? അയ്യോ പറയരുതേ, നാളത്തെ ഇന്നുകൊണ്ട് തന്നെ കൺവെൻഷൻ തന്നെ വേണ്ടെന്ന് വെക്കും. ഇനി ദേവാലയത്തിലേക്ക് മലങ്കര നസ്രാണി ആയതുകൊണ്ട് നമ്മൾ വരുന്നത് എങ്ങനെയാ? പലരും പല സമയത്തല്ലയോ. ചില വെളിവ് നിറഞ്ഞവന്മാരുണ്ട്, ചില മറിയം തീലേത്തോക്കാരുണ്ട്, ചില ഭൂവിലേശന്മാരുണ്ട്, ചില പൗലോശ്ലീഹന്മാരുണ്ട്, ചില സേലും ബഷ്ലോമക്കാരുണ്ട്. നമ്മൾ അതിൻ്റെ അതിലേതാണെന്ന് ചിന്തിച്ചാൽ മതി. വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലേക്കാണ് ഈ മനുഷ്യനെ കൊണ്ടുവരുന്നത്. വെറ്റില ചവയ്ക്കുന്നവന്റെ അടുക്കൽ നിന്നാൽ വെറ്റിലയുടെ മണമുണ്ട്. പുകവലിക്കുന്നവന്റെ അടുക്കൽ നിന്നാൽ പുകയിലയുടെ മണമുണ്ട്. മദ്യപിക്കുന്നവന്റെ അടുക്കൽ നിന്നാൽ പറയില്ല അച്ഛൻ, മദ്യപിക്കുന്നവന്റെ അടുക്കൽ നിന്നാൽ മദ്യത്തിന്റെ മണമുണ്ടാവും. ഓരോ ഞായറാഴ്ചയും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന എൻ്റെ തമ്പുരാന്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കുന്ന എന്നിലും നിങ്ങളിലും എന്തേ ക്രിസ്തുവിന്റെ രുചിയും മണവും ഓജസ്സും തേജസ്സും കരുത്തും സൗന്ദര്യവും ദൃഢതയും ഒന്നും ഇല്ലാതെ ഈ കാലഘട്ടത്തിൽ പോകുന്നത് എന്തേ? ചിന്തിക്കേണ്ട പ്രിയമുള്ളവരെയും. ക്രിസ്തുവിനെ, ക്രൈസ്തവനെ കണ്ടവൻ ക്രിസ്തുവിനെ കണ്ടിരിക്കുന്നു എന്ന് പറയുവാനായിട്ട് സാധ്യമാവണം. തോമയെ കണ്ട ഭാരതം ക്രിസ്തുവിനെ കണ്ടു എന്നാണ് ഭാരതത്തിന്റെ ചരിത്രകാരന്മാർ അടയാളപ്പെടുത്തിയത്. നമ്മളെ കണ്ടവൻ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറയുവാനായിട്ട് സാധ്യമാവണം. വിശുദ്ധ കുർബാന അനുഭവം. അവസാനമായി, ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് അവനോട് പറഞ്ഞു. മതി. ഈ മനുഷ്യനെ മാമോദീസയിലൂടെ കുമ്പസാരത്തിലൂടെ സഭയിലേക്ക് കൊണ്ടുവന്ന് വിശുദ്ധ കുർബാന കൊടുത്തിട്ട് ഈ മനുഷ്യൻ ഇപ്പോൾ എവിടാ? സത്രം പണ്ട് സഭയിലാക്കിയിട്ട് പറയുകയാണ്, ഞാൻ മടങ്ങി വരുമ്പോൾ അധികം വല്ലതും ചെലവിട്ടാൽ തന്നുകൊള്ളാം. അതായത് ഞാൻ രണ്ടാമത് വരുമ്പോൾ തന്നുകൊള്ളാം അധികം വല്ലതും.
ലോകത്തിന്റെ ചരിത്രത്തിൽ ചരിത്രാതീതൻ ചരിത്രത്തിലേക്കും അപരിമിതൻ പരിമിതിയിലേക്കും ഇറങ്ങി ചരിത്രത്തിന്റെ നെറുകയിൽ ഒരു മനുഷ്യൻ മാത്രമേ പ്രിയമുള്ളവരെ പറഞ്ഞുള്ളൂ, ഞാൻ രണ്ടാമത് വരുമെന്ന് പറഞ്ഞുള്ളൂ. അങ്ങനെ പറഞ്ഞ ഈ ശമരിയക്കാരൻ വാസ്തവത്തിൽ ആരാ പ്രിയമുള്ളവരെ? ക്രിസ്തു. ഇതാണ് ഈ കഥയുടെ അത്ഭുതം. ക്രിസ്തു പറഞ്ഞ മനോഹരമായ ഉപമയാണ് നല്ല ശമരിയക്കാരൻ. ഈ കഥയുടെ അവസാനം ശമരിയക്കാരൻ ക്രിസ്തു ആകുന്നതാണ് ഈ കഥയുടെ അത്ഭുതങ്ങൾ. അതുകൊണ്ട് ഈ പെരുന്നാൾ കൊണ്ട് നമുക്കുണ്ടാവേണ്ടതും ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനുള്ള മുഖാന്തരങ്ങളാണ് ഈ പെരുന്നാൾ. യോഹന്നാൻ മബ്ദാനെ നമ്മൾ ഇത്രമാത്രം ശ്രേഷ്ഠനായി നമ്മൾ മധ്യസ്ഥനായി കരുതുവാൻ കാരണം എന്താ? പ്രത്യേകിച്ച് മലങ്കര സഭയുടെ പൗരസ്ത്യ സഭയുടെ ആരാധനാ ദൈവശാസ്ത്രം പരിശോധിക്കുമ്പോൾ രണ്ടാമത്തെ സ്ഥാനം കൊടുക്കുന്നത് യോഹന്നാൻ സ്നാപകനാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. രക്ഷാകര ചരിത്രത്തിൽ നീതിയും അല്ലെങ്കിൽ രക്ഷാകര ചരിത്രത്തിൽ അദൃശ്യനായ ദൈവത്തെ ദൃശ്യലോകത്തിന് പരിചയപ്പെടുത്തിയത് കൊണ്ട് ഇൻവിസിബിൾ ഗോഡിനെ വിസിബിൾ വേൾഡിലേക്ക് പരിചയപ്പെടുത്തിയത് മാതാവായതുകൊണ്ട് രക്ഷാകര ചരിത്രത്തിൽ ഒന്നാം സ്ഥാനം മാതാവിനും, രണ്ടാം സ്ഥാനം ആർക്കാ? സ്നാപക യോഹന്നാൻ. കാരണം നീതിസൂര്യനായ ക്രിസ്തുവിന് മുമ്പേ ഉദിച്ചുയർന്ന ഉദയനക്ഷത്രമായതുകൊണ്ട് സ്നാപകന് പൗരസ്ത്യ സഭയുടെ ആരാധനാ രീതിയിൽ രണ്ടാമത്തെ സ്ഥാനമാണ് കൊടുക്കുന്നത്. രക്ഷാകര ചരിത്രത്തിൽ മാതാവ് കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം സ്നാപക യോഹന്നാൻ ആകുവാൻ കാരണം പ്രിയമുള്ളവരെ ദൈവത്തെ പകർന്നു കൊടുത്തു എന്നതുകൊണ്ടാ. അതുകൊണ്ട് ഈ കൂദാശയിലും ഈ പ്രബോധന ശുശ്രൂഷയിലും ഈ അനുഭവങ്ങളിലും ഈ പെരുന്നാളുകളും ഒക്കെ വരുമ്പോൾ ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ സാധ്യമാകണം. ഒരു കാര്യം മാത്രം ഓർമ്മപ്പെടുത്തിയിട്ട് വാക്കൊക്കെ നിരാമം കുറിക്കാം. പുറപ്പാട് പുസ്തകത്തിന്റെ ആദ്യ താളുകളിൽ നിങ്ങൾ കാണുന്ന മനോഹരമായ ഒരു ചിത്രമുണ്ട്. എന്താ? മുൾമരം എരിയുന്നത്. സീനായ് മലമടക്കിലെ പതിവ് കാഴ്ചയാണ് മുൾമരം എരിയുന്നത്. അതുവഴി നടന്നു പോയിട്ടുള്ള എല്ലാവരും തന്നെ എന്ത് കണ്ടിട്ടുണ്ട്? മുൾമരം എരിയുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ മുൾമരം എരിയുന്നതിൻ്റെ ഉള്ളിലെ ദൈവ സാന്നിധ്യം കണ്ടത് അതുവഴി പലരും പോയിട്ടും ഒരു മനുഷ്യൻ മാത്രം. ആരാ? മോശ. പരിശുദ്ധമായ ബലിയനുഭവങ്ങൾ പെരുന്നാളുകളിൽ ഈ ദേവാലയത്തിന്റെ ഉള്ളറകളിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധമായ ത്രോണോസിലെ ദൈവ സാന്നിധ്യങ്ങൾ കാണുവാനുള്ള കണ്ണുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ കൊറോണ മുതൽ, നിങ്ങളുടെ കരപ്പൻ മുതൽ, നിങ്ങളുടെ ഹൃദ്രോഗം മുതൽ, നിങ്ങളുടെ അർബുദം മുതൽ എല്ലാ രോഗങ്ങൾക്കും ശമനം തരുവാൻ പരിശുദ്ധമായ ത്രോണോസും കൗദാശിക അനുഭവങ്ങളും മതിയാവും പ്രിയമുള്ളവരെ. പക്ഷെ എന്തു വേണം? ആ വിശുദ്ധമായ അനുഭവങ്ങളിലെ ദൈവ സാന്നിധ്യങ്ങളെ കാണുവാനുള്ള കണ്ണുകൾ നമുക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് മോശ പ്രാർത്ഥിച്ച പ്രാർത്ഥനയായിരിക്കണം, തിരുസാന്നിധ്യം ഞങ്ങളുടെ കൂടെ പോരുന്നില്ല എങ്കിൽ തിരുസന്നിധിയിൽ നിന്ന് ഞങ്ങളെ നീ പറഞ്ഞയക്കരുതേ. തിരുസാന്നിധ്യം കൂടെ പോരുന്നില്ല എങ്കിൽ തിരുസന്നിധിയിൽ നിന്നും ഞങ്ങളെ നീ പറഞ്ഞയക്കരുതേ. ഏറ്റവും നല്ല ശ്രദ്ധയ്ക്ക് നല്ല നന്ദി. പകരക്കാരനായിട്ടാണെങ്കിലും ഈ ദേവാലയത്തിൽ ദൈവവചന പ്രബോധന ശുശ്രൂഷയ്ക്ക് വരുവാൻ സാധിച്ചത് ഏറെ അനുഗ്രഹമായി കരുതുന്നു. വീണ് കിട്ടിയ ഒരു വലിയ അവസരമാണല്ലോ ദൈവവചനം സംസ്മാരിക്കുവാൻ കിട്ടിയ ഈ വലിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ പ്രത്യേകിച്ച് ഇങ്ങനൊരു അവസരം തന്ന വന്ദിനായ വികാരി അച്ഛനോടുള്ള നന്ദി, നല്ല ശ്രദ്ധയ്ക്ക് നല്ല നന്ദി. ദൈവനാമം മാത്രം മൗത്തീകരിക്കപ്പെടട്ടെ.